സോ നമ്മളിന്ന് നല്ലൊരു നാടൻ പോർക്ക് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ പോർക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇത്ര ആവശ്യത്തിന് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഹാഫ് ആൻ അവർ വയ്ക്കുക. അതിനുശേഷം നമ്മളതൊരു കുക്കറിലേക്ക് മാറ്റുക. സോ നമ്മൾ ഇന്ന് നാടൻ പോർക്ക് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് വാങ്ങിയത് കൊല്ലത്ത് ചന്തയിൽ നിന്നാണ്. ഇനി കിലോ 450 റുപ്പീസായിരുന്നു. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കുറച്ച് സവോള ഇത്രയും നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ അടുപ്പിലാണ് വയ്ക്കുന്നത്, ഒരു പഴയ രീതിയിൽ. അപ്പോൾ നമ്മൾ അടുപ്പ് ചൂടാക്കുക, ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. നമ്മൾ ആദ്യം ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി കുറച്ച് അധികം ഇടുക, ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ശേഷം കുറച്ച് സവോള, ഒത്തിരി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് മാത്രമായാലും മതി. ഓക്കെ, എന്നിട്ട് ഉപ്പിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നമ്മുടെ യൂഷ്വലി നമ്മൾ വഴറ്റില്ലേ അതുപോലെ. എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്തൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക തേങ്ങാക്കൊത്തിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഞാൻ പോർക്കിൻ്റെ വേവ് നോക്കിയപ്പം ഏകദേശം ഒരു വിസിൽ കേട്ടു നമുക്ക്. അപ്പോൾ പോർക്ക് നിങ്ങൾക്കറിയാം നല്ലോണം വേവിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, കാരണം അതിൽ പല വേംസ് ഉണ്ട്, അത് തലച്ചോറിനെ വരെ ബാധിക്കാം. അപ്പം നമ്മുടെ പോർക്ക് ആക്ച്വലി കുറച്ച് ഓവർ കുക്കായെന്ന് പറയാം, കുറച്ചധികം വെന്തുപോയി. പക്ഷേ അതുകൊണ്ട് ടെൻഷനില്ല നമുക്ക്, ലൈക്ക് വേകാതിരിക്കാൻ പാടില്ല. അപ്പം നമ്മൾ പോർക്ക് ആ വഴറ്റി വച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഇടുക. അപ്പം നല്ലൊരു മണം വരും. ഈ പോർക്കിൽ ഭയങ്കര നെയ്യുണ്ട്. ഞാൻ തന്നെ കണ്ടപ്പം ഞെട്ടിപ്പോയി. ഞങ്ങൾ ആക്ച്വലി ആ നെയ്യ് കുറച്ചെടുത്ത് കളഞ്ഞു, പേടിച്ചിട്ടാണ്. അത്ര നമ്മുടെ ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ ഇത്രയും റിച്ചായിട്ടുള്ള ഫുഡിൻ്റെ ആവശ്യം ഇല്ലല്ലോ. പിന്നെ ഇത് ആദ്യമായിട്ട് ഇവിടെ വാങ്ങുന്നത് തന്നെ. നമ്മൾ ഒരിക്കൽ ഒരു യാത്ര ചെയ്തപ്പോൾ കഴിച്ച ആ ഒരു നൊസ്റ്റൂല് വാങ്ങിയൊരു സൺഡേ ആയപ്പോൾ വെച്ച് നോക്കിയതാണ്. അപ്പോൾ തിള വന്ന് തുടങ്ങി, നല്ല സ്മെല്ലാണ്. കണ്ടോ, ആ സൈഡിൽ എൻ്റെ ഫാറ്റാണ് വന്ന് ഇറങ്ങി നിൽക്കുന്നത്. കുറച്ച് ഉപ്പിട്ടതാണ്, ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. കുരുമുളക് പൊടി ഞാൻ മറന്നു കേട്ടോ, പ്രത്യേകം കുരുമുളക് പൊടി ഇടുക. എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണല്ലോ. കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ കുറച്ച് മതിയാവും, അല്ല വലിയവർ മാത്രമാണെങ്കിൽ കുറച്ച് എരിവ് കുറഞ്ഞുകൊണ്ട് കുറച്ച് മുളക് പൊടിയുടെ ലാസ്റ്റ് ഇട്ടായിരുന്നു. എനിക്കെല്ലാം ഒരു കൈക്കണക്കാണ്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പം ഇപ്പോൾ ഉപ്പും കുറച്ചൊന്ന് അത് മസാലപ്പൊടി ഇട്ടതാണ്. കുറച്ച് മസാലപ്പൊടി കൂടി ഇട്ടു. അപ്പം നമ്മുടെ പോർക്ക് റോസ്റ്റ് കറക്റ്റ് പാകമായിട്ടുണ്ട്. നല്ല മണമുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ഉപ്പ്, മല്ലിയില എല്ലാം അതിൽ കൂടെ നല്ല പിടിച്ചു. ഇത്രയ്ക്കായിരുന്നു കൊണ്ടായിരുന്നു. ചോറുണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ ചക്ക ഉണ്ടായിരുന്നു. മിക്ക ദിവസം ചക്ക ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ പോർക്ക്, ഇത് മൂന്നും കൂടെ വെച്ച്. അപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നാവിൽ വെള്ളം വരുന്നു, അത്ര ടേസ്റ്റായിരുന്നു.